Hello guys, Assalamu alaikum. Welcome back to my channel Mymoonz kitchen. ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്, ഒരു ടർക്കിഷ് ഡിഷാണ് കാണിക്കുന്നത്. ടർക്കിഷ് ചിക്കനാണ് ഇന്നത്തെ റെസിപ്പി. സോസും ചീസും അതുപോലെ തന്നെ ചിക്കനും ഒക്കെ ചേർന്നുകൊണ്ടുള്ള നല്ല അടിപൊളി റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. പ്രത്യേകിച്ച് ഈ ചീസും സോസും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടമാവുന്ന അടിപൊളി റെസിപ്പിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സ്റ്റാർട്ടറായിട്ട് സെർവ് ചെയ്യുന്നതാണ്. നമുക്കിത് വേണമെങ്കിൽ ഫുൽക്ക ചപ്പാത്തി നാൻ്റെ കൂടെയൊക്കെ കോമ്പിനേഷനായിട്ട് സെർവ് ചെയ്യാം. അപ്പം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഒരു 1-2 മണിക്കൂർ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആദ്യം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു ചിക്കൻ ക്യൂബ് ഞാനൊന്ന് പൗഡറാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഒറിഗാനോ റോസ്മേരി ചേർത്ത് കൊടുക്കുക. അതില്ലെങ്കിൽ കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടും. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഒലിവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കുക കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 1/2 ടീസ്പൂൺ വിനീഗർ, 2 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരിൻ്റെ അളവ് നമ്മൾ പുളിപ്പ് നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാം കൂടെ ഇട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ നല്ലൊരു പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ ചെറിയ ചെറിയ പീസായിട്ടാണ് ഞാൻ എടുത്തത്. ഇതിപ്പം എല്ലാം കൊട്ടോട് കൂടിയിട്ടുള്ള ചിക്കനാണ്. എല്ലാം കൊട്ടൊന്നും വേണമെന്നില്ല, ബോൺലെസ് പീസാണ് ആവശ്യം. പിന്നെ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ ബോൺ പീസും കൂടെ എടുത്തതാണ് കേട്ടോ. എല്ലാം കൂടെ നന്നായി ചിക്കനിലിട്ട് മിക്സാക്കി മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. കൂടുതൽ സമയം വെക്കുന്നതാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, അതല്ലെങ്കിൽ പുറത്തൊരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം പൊരിച്ചെടുക്കണം. അപ്പോൾ ചിക്കൻ അവിടെ നിൽക്കട്ടെ. ഈ സമയത്തേക്ക് നമുക്കൊരു സോസ് റെഡിയാക്കാം. നമ്മൾ സെർവ് ചെയ്യുന്നതിൻ്റെ കുറച്ച് മുമ്പാണ് ഈ സോസൊക്കെ റെഡിയാക്കേണ്ടത് കേട്ടോ. സോസൊക്കെ കാരണം കുറച്ചും കൂടെ ടൈറ്റായി പോകും ഈ ചൂടാറി വരുന്ന സമയത്ത്. അപ്പോൾ എപ്പോഴാണോ സെർവ് ചെയ്യുന്നത് ആ സമയത്ത് സോസ് ഉണ്ടാക്കിയാൽ മതി. വൈറ്റ് സോസ് ഉണ്ടാക്കാൻ ഒരുവിധം എല്ലാവർക്കും അറിയാം, എന്നാലും ഞാനിതിൽ കാണിക്കുന്നുണ്ട്. ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുത്തിന്. ഗീ നന്നായി മെൽറ്റായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ചേർത്തിട്ട് നന്നായി ഒന്നങ്ങ് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ ഇതിപ്പം ചേർക്കുമ്പോൾ മൈദയൊക്കെ ചേർക്കുമ്പം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നാലാണ് മൈദ ഒന്ന് വെന്ത് വന്നാലാണ് ഈ ഒരു സോസിന് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പിരിഞ്ഞ പോലെയായിപ്പോവും. ഇതിലേക്ക് ഇനി 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. മൈദ നന്നായി ഗീയിൽ മിക്സ് ആയിട്ടുണ്ട്, അത്യാവശ്യം വെന്ത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാല് ഞാൻ 1.5 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ചായിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. ഒരു 1/4 ഗ്ലാസ് വെച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്താണെന്ന് വെച്ചാൽ ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണം നമ്മൾ പാല് ചേർത്ത് കൊടുക്കാൻ. ആദ്യം പാല് ചേർത്തതിന് ശേഷം മിക്സ് ആക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക. എന്നിട്ട് കുറച്ചായി പാല് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇതൊന്ന് വേവിച്ചെടുക്കണം. മൈദ കട്ട പിടിക്കാണ്ട് സ്ലോലി പാല് ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മളിത് ക്രീമാക്കി എടുക്കാൻ. അപ്പോൾ കുറച്ച് പാല് ചേർത്ത് കൊടുത്തിട്ട് ഒന്നിങ്ങനെ വിസ്ക് വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇത് കണ്ടോ, ഇപ്പോൾ നല്ലൊരു ക്രീമായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ റോസ്മേരി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായി മിക്സാക്കി എടുക്കാം. അപ്പോൾ മൊത്തത്തിൽ ഞാനിപ്പം 1.5 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നല്ലൊരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചൂടാറി വരുമ്പം തിക്കായി വരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പാല് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ക്രീം അങ്ങ് മൂവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി കറക്റ്റാണ്. അങ്ങനെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാനിപ്പം ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുത്തിന്. നന്നായി ഒന്ന് മെൽറ്റായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതേപോലെ നിരത്തി വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെക്കുന്നത്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ആദ്യം ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കാരണം ഇത് നമ്മൾ കുക്ക് ചെയ്യാത്ത ചിക്കനാണല്ലോ, അപ്പോൾ വെന്ത് വരാൻ ഞാനിപ്പം ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 5 മുതൽ 8 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് തുറന്നിട്ട് അടുത്ത ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ചിക്കനൊക്കെ വേവുന്ന സമയം നമുക്ക് ഏകദേശം അറിയാമല്ലോ. 10 മുതൽ 12, 15 മിനിറ്റ് വരെ ചിക്കൻ്റെ വേവിന് ആവശ്യമുള്ളൂ. അപ്പോൾ ആ സമയം നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇളക്കി കൊടുത്തിട്ട് വേവിച്ച് പൊരിച്ചെടുക്കണം. ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. ആ ഒരു മസാലയൊക്കെ ചിക്കനിൽ നന്നായി ഇപ്പം കോട്ട് ചെയ്തിട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട്.
ഇനിയിപ്പം ഫ്ലെയിം ഏറ്റവും ലോ ആക്കി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു വൈറ്റ് സോസ് ഉണ്ടല്ലോ, അത് ഈ ചിക്കൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും അങ്ങനെ അങ്ങ് നിരത്തി വെച്ച് കൊടുക്കാം. അങ്ങനെ ഇപ്പം സോസ് ഞാനിതാ ചിക്കൻ്റെ മുകളിൽ നന്നായി നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് ഒറിഗാനോ റോസ്മെരി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് മൊസറല്ല ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൊന്ന് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ചീസ് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഫൈനലി കുറച്ച് മല്ലിയിലയും കൂടെ അങ്ങ് വിതറി കൊടുത്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഈ ഒരു ചീസൊക്കെ ഒന്ന് മെൽറ്റായി എല്ലാത്തിലും ഒന്ന് പിടിക്കാനായിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചീസൊക്കെ നന്നായി മെൽറ്റായിട്ടുണ്ട്, എല്ലാം കൂടെ നന്നായിട്ടൊന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു 5 സ്റ്റാർ ഹോട്ടലിൽ സിസ്ലറിലൊക്കെയാണ് ഉണ്ടാവുക. അപ്പം ആ ഒരു ചൂടിൽ തന്നെയാണ് നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് കൊണ്ടുത്തരുന്നത്. അപ്പം അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും സെർവ് ചെയ്യാം. സിസ്ലറൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇതേപോലെ പാനിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം എന്താ ചെയ്യുക, എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക്. അടിപൊളി ഐറ്റമാണ്. ഇതിൻ്റെ കൂടെ നാൻ, ഫുൽക്ക ഒക്കെ കൂടെ സെർവ് ചെയ്യാം. ചപ്പാത്തീൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഫുൽക്കയുടെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യുക. അടിപൊളി ഐറ്റമാണ്. നല്ല ക്രീമും ചീസും ചിക്കൻ്റെ ആ ഒരു മസാല കോട്ടിങ്ങും ഒക്കെ കൂടെ നല്ല അടിപൊളി ആയിട്ടുള്ളൊരു ഫ്ലേവറാണ്. അപ്പം ഇതേ രീതിയിൽ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം. അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ, മെയിലിലൂടെ, ഇൻസ്റ്റാ മെസ്സേജിലൂടെ ഒക്കെ അറിയിക്കുക. അപ്പം പുതിയ റെസിപ്പീസായിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ. ടാറ്റാ.